നമസ്കാരം. തൃപ്പൂണിത്തുറ മർച്ചന്റ്സ് യൂണിയന്റെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഭരണഘടന അനുസരിച്ച് തൃപ്പൂണിത്തുറ സിയോൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് മർച്ചന്റ്സ് യൂണിയൻ പ്രസിഡന്റ് ടി.പി. റോയിയുടെ അധ്യക്ഷതയിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് പി.സി. ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പിൽ ടി.പി. റോയിയെ വീണ്ടും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഏറെ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ചെറിയ ദുഃഖമുണ്ട്. ഈ 2-3 ദിവസമായിട്ട് എവിടെയും കാണുമല്ലോ ചില തിരുപ്പൻ സ്വഭാവക്കാര്. അവരെ ഉപദേശിച്ചു കൂടെ കൊടുക്കാൻ പുറത്ത് ആളുണ്ടെങ്കിൽ എന്തും ചെയ്യാമെന്ന ഒരു ഭാവത്തിലേക്കാണ് ഇത് പോകുന്നതെങ്കിൽ ഇത് രാഷ്ട്രീയ സംഘടനയല്ലെന്ന് തിരിച്ചറിഞ്ഞോളൂ. ഇത് കൃത്യമായിട്ട് കേരളത്തിലെ ഈ സംഘടനാ ശക്തി എന്താണെന്ന് നിങ്ങൾക്ക് പലർക്കും അറിഞ്ഞുകൂടെന്നാണ് എൻ്റെ ഒരു തോന്നല്. 10.5 ലക്ഷത്തോളം വരുന്ന വ്യാപാരികളുടെ ഒരു വലിയ കൂട്ടായ്മ 4600 യൂണിറ്റുകളിൽ 14 ജില്ലകളിൽ വ്യാപിച്ച് ഗ്രാമാന്തരങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു സൗഹൃദത്തിൻ്റെ സംഘടനയാണിത്. ഇതിന് ഭരണഘടനാപരമായിട്ട് വർഗവർണ്ണ രാഷ്ട്രീയം ഇതിൻ്റെ അകത്തില്ല എന്നുള്ളൊരു സവിശേഷതയും കൂടി നമുക്കുണ്ട്. അതുകൊണ്ടാണ് ഏകോപന സമിതി അനുനിമിഷം ഒരു വിഭാഗീയതയില്ലാതെ വളർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ റോയി ഇവിടെ വന്നതിന് ശേഷം എത്ര കോടി ഉറുപ്പിയുടെ ആസ്തിയാണ് ഇപ്പോൾ ഈ സംഘടനയ്ക്കുള്ളത്. നിങ്ങൾ അതെന്താ കാണാത്ത? ഏറെ സന്തോഷമുണ്ട് സുഹൃത്തുക്കളെ. ഇത്രയും അംഗങ്ങളിവിടെ കൂടി നല്ലൊരു യോഗം കണ്ടക്ട് ചെയ്യാൻ കഴിഞ്ഞു. 500 പേരോളം അടങ്ങുന്ന ഒരു വലിയ സദസ്സാണ്. അതിനകത്തൊക്കെ 1-2 കുഴപ്പക്കാർക്കുണ്ടോ? എല്ലാവരും ഒരു അമ്മയുടെ മക്കളല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ക്ഷമിക്കാം, നമുക്ക് സഹകരിക്കാം. ഓക്കെ, ഞാൻ എൻ്റെ ഔപചാരികമായ ചടങ്ങ് ഈ വാർഷിക പൊതുയോഗം എത്രയും ഭംഗിയായിട്ട് ഇവിടെ കണ്ടക്ട് ചെയ്യാനുള്ള മറ്റതൊന്നും കുഴപ്പമില്ല. ഒച്ചയൊക്കെ എനിക്ക് ഞാൻ ശബ്ദം കൂടുതലുള്ള ആളാണ്. അതുകൊണ്ട് പിണങ്ങണ്ട വഴക്കുണ്ടായിരുന്നല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, മറ്റുള്ളവർക്ക് വേണ്ടി വഴിമാറുകയാണ്. ഔപചാരികമായി ഈ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്തിട്ട് അറിയിച്ചുകൊണ്ട് ഒരു വാക്കുകൾ നടത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി. നമ്മുടെ ഈ യോഗം ഒബ്സർവ് ചെയ്യാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന അഡ്വക്കേറ്റ് വീണ മാഡം, എല്ലാവരെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. നമുക്കറിയാം, സാധാരണഗതിയിൽ ഇലക്ഷൻ നടന്നാൽ 2 വർഷത്തിന് ശേഷം ഭരണമാറ്റം അനിവാര്യമാണ്. നിങ്ങൾ ഞങ്ങളെ ഈ ചുമതല ഏൽപ്പിച്ചപ്പോൾ ആ ചുമതല കൃത്യമായി ചെയ്യേണ്ട ഉത്തരവാദിത്വം സംഘടന എന്ന രീതിയിൽ ഞങ്ങൾക്കുണ്ട്. അങ്ങനെയല്ലേ? നിങ്ങൾ പറയുന്നത് ഏൽപ്പിക്കണ്ടേ? അതുകൊണ്ട് തന്നെ ഇലക്ഷൻ നടത്താമെന്ന നിർബന്ധപൂർവമായ ബുദ്ധി കൊണ്ട് തന്നെ അവർ കൊടുത്ത കേസിനെയെല്ലാം നമ്മൾ തടയാനായി നമ്മൾ വക്കീലിനെ ഏൽപ്പിച്ച് കോടതിയെ സമീപിച്ചു. ഒരു രീതിയിലും അവരതിന് സമ്മതിക്കില്ല എന്ന് കണ്ടപ്പോൾ നമ്മൾ അതിൽ 2 പേരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. നമുക്കറിയാം, നമ്മൾ കടന്നു വന്നപ്പോൾ ഗേറ്റിൽ നമ്മളെ തടഞ്ഞുകൊണ്ട് വീട്ടുവെച്ച വ്യാമോഹങ്ങൾ നമുക്കറിയാം. ഈ 60 വർഷമായി ഈ സംഘടനയിൽ നാളിതുവരെ സംഭവിക്കാത്ത പല കാര്യങ്ങളും ഈ 10 വർഷം കൊണ്ട് നടന്നു എന്ന്, ഈ 2 വർഷം കൊണ്ട് നടന്നു എന്ന് നിങ്ങൾക്ക് വ്യക്തമായി അറിയാം. നമ്മുടെ കയ്യിൽ ന്യായമായ ഒരു തുക ഇന്ന് ബാലൻസായുണ്ട്. അതുപോലെ 75 വയസ്സായവർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്. പെൻഷൻ വലിയ കാര്യമൊന്നുമല്ലായിരിക്കാം, 2000 രൂപ എന്ന് പറഞ്ഞ വലിയ കാര്യമൊന്നുമല്ല. പക്ഷേ
നമ്മുടെ സംഘടനയിൽ ഇത്രയും കാലം പണിയെടുത്ത ഒരു സ്ഥാപനത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് ഒരു 2000 രൂപ ലഭിക്കൂ എന്ന് പറഞ്ഞാൽ മനസ്സിനൊരു സന്തോഷമുണ്ടാകും. നിങ്ങൾക്ക് ആ സന്തോഷം പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാകില്ല. ഞാനും ഒരു പെൻഷൻ മേടിക്കുന്ന വ്യക്തിയാണ്, നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ റിട്ടയറിന് ഒരു ലേവൽ ഓഫീസറാണ്, ഞാനും പെൻഷൻ മേടിക്കുന്നത്. ആ പൈസ കയ്യിൽ കിട്ടുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ 2000 രൂപ കിട്ടുന്ന 75 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും അതിൻ്റെതായ ഒരു സന്തോഷം തന്നെയുണ്ട്. നമ്മൾ കൊടുക്കുന്ന, സംഘടന കൊടുക്കുന്ന ഒരു ഔദാര്യമല്ല, ഒരു ആനുകൂല്യമാണ്. ഇത് ഔദാര്യം പറയാൻ പറഞ്ഞാൽ ഇവരും അത് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്ന ഔദാര്യമാണോ എന്ന സംശയം പറഞ്ഞു. ഒരിക്കലും ഔദാര്യമല്ല, ആരുടെയും ഔദാര്യമല്ലത്. സംഘടനയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൈസയിൽ നിന്ന് നൽകുന്ന വലിയൊരു ആനുകൂല്യമാണ്, വലിയൊരു അംഗീകാരമാണ്. അതിനെയെല്ലാം 75 വയസ്സിന് മുകളിലുള്ളവരെല്ലാം അതേ രീതിയിൽ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പാവപ്പെട്ട കച്ചവടക്കാർക്ക് അത്യാവശ്യത്തിൻ്റെ പൈസ, ഒരു ലോൺ ആവശ്യം വന്നാൽ നമ്മൾ കൊടുക്കും. വനിതകൾക്ക് അവരുടെ ഉദ്യമത്തിന് അത്യാവശ്യം വന്നാൽ നമ്മൾ ലോൺ കൊടുക്കും. അത് കമ്മിറ്റി പാസ്സാക്കി, ഫൈനാൻസ് കമ്മിറ്റിയിൽ പാസ്സാക്കിയ ശേഷം മാത്രമാണ് നമ്മൾ നൽകുന്നത്. അല്ലാതെ ആർക്കും ഒരാളെയും തോന്നിവാസമായിട്ട് ഒരു ഇഷ്ടപ്രകാരം ചെയ്യാൻ പറ്റുന്നത്. ഒരു ഉപകമ്മിറ്റി ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. ഉപകമ്മിറ്റി ഒന്നും നമുക്കറിയില്ല. പറയാൻ ആരോപണങ്ങളില്ലാതെ വന്നപ്പോൾ എന്തും പറയാമെന്നൊരു അവസ്ഥയിലേക്ക് വന്നു. നിങ്ങൾ പറയൂ, ഒരു കാര്യം മനസ്സിലാക്കണം. 75 വയസ്സായവർക്ക് പെൻഷൻ കൊടുക്കുന്നതാണോ നമ്മൾ ചെയ്ത തെറ്റ്? ആണോ? അതുപോലെ തന്നെ നമ്മൾ സർക്കാരിൻ്റെ ക്ഷേമനിധിയിൽ നാളിതുവരെ നമ്മുടെ യൂണിറ്റിൽ 60 വർഷമായിട്ട് ഒരാളെ പോലും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഈ 2 വർഷം നമ്മൾ ഭരണമേറ്റപ്പോൾ സർക്കാരിൻ്റെ ക്ഷേമനിധിയിൽ വർഷത്തിലൊരിക്കൽ കേവലം 500 രൂപ അടച്ചുകൊണ്ട് സർക്കാരിൻ്റെ മറ്റെല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്ന രീതിയിൽ നമ്മൾ 150 ആൾക്കാരെ ചേർത്തു. അതാണോ തെറ്റ്? നിങ്ങൾ പറയാം, അതാണോ നമ്മൾ ചെയ്ത തെറ്റ്? അതിൽ നിർഭാഗ്യവശാൽ മരണപ്പെട്ട 2 പേർക്ക് 40,000 രൂപ വെച്ച് വാങ്ങിക്കൊടുക്കുവാൻ നമുക്ക് സാധിച്ചു. അതുപോലെ തന്നെ നമ്മളെ ഒരു അംഗം മരണപ്പെട്ടാൽ 1 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങുകൾക്കും മറ്റെല്ലാം ആവശ്യങ്ങൾക്കായി നമ്മുടെ സംഘടനയിൽ നിന്നും 1 ലക്ഷം രൂപ കൊടുക്കുവാനുള്ള കമ്മിറ്റി തീരുമാനപ്രകാരം നമ്മൾ നടപ്പിലാക്കി. അത് 3 പേർക്ക് ഇപ്പോൾ തന്നെ നൽകി കഴിഞ്ഞു. ഇന്ന് ഒരാൾക്ക് നൽകുന്നുണ്ട്. ഇതാണ് ഞങ്ങൾ ചെയ്ത തെറ്റ്? നിങ്ങൾ പറ. അത് തെറ്റുണ്ടെങ്കിൽ നമ്മൾ ആരും ഇതിനോട് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല. ചെയ്തത് തെറ്റാണെങ്കിൽ ആ തെറ്റിനോ അനുകൂലിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ പുറകോട്ട് പോകാനും ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല. അതുപോലെ 5 ലക്ഷത്തിൻ്റെ ചിട്ടിയും എല്ലാ ചിട്ടികളും ചേരുമ്പോൾ ചിലപ്പോൾ കേവലം ഒരാൾക്കാണ് നമുക്ക് ചിട്ടിയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ, നമ്മുടെ പ്രസ്താവനയിൽ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ നമ്മുടെ കച്ചവടക്കാരുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് നമ്മുടെ കയ്യിൽ ഫണ്ട് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് തരുന്ന റിക്വസ്റ്റ് പ്രകാരം 5-6 പേർക്ക് നമ്മൾ ചിട്ടി കൊടുക്കുന്നുണ്ട്, പരസ്പരമായി നിന്ന് ഫണ്ട് കൊടുക്കുന്നുണ്ട്. അതെന്തിനാണ്? നമ്മൾ ഒരാൾക്ക് കൊടുത്താൽ കിട്ടുന്ന ലാഭമല്ല, 6 പേർക്ക് ആദ്യമേ കൊടുത്താൽ കിട്ടുന്ന ലാഭം. ആ തുകയാണ് നമ്മുടെ കയ്യിൽ ഈ 3.5 കോടി രൂപയായി ഇപ്പോൾ വന്നിരിക്കുന്നത്. നിങ്ങളത് മനസ്സിലാക്കണം. അല്ലാതെ ഞങ്ങളുടെ ആരും കയ്യിൽ നിന്നെടുത്ത പൈസയല്ല, ആരും 5 പൈസയിൽ നിന്ന് കൊണ്ടുപോകുന്നില്ല. ഇതിനെയാണ് ഇവർ ചിട്ടിക്കമ്പനി എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നത്. അതുപോലെ വഴിയോര കച്ചവടക്കാരുടെ പ്രശ്നങ്ങൾ നമ്മൾ പല കുറി വഴിയോര കച്ചവടക്കാരുടെ കാര്യങ്ങളിൽ ഇടപെട്ടു, അവിടെ ചെയ്യരുതെന്ന്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രമുഖ പാർട്ടിയുടെ ആൾക്കാർ തന്നെയാണ് ഈ വ്യാപാരി വ്യവസായി വഴിയോര കച്ചവടക്കാരുടെയും നേതാവ് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു പരിമിതികൾ വരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സംഘടനയുടെ ഒരു ഉപനേതാവാണ് ഇപ്പോൾ ഈ സംഘടനയിൽ മുഴുവനും പ്രശ്നമാണ്, റോയി ഭയങ്കര മൂലക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വാട്സാപ്പ് ഗ്രൂപ്പിൽ എടുത്തിട്ടുകൊണ്ട് എന്നെ ഇട്ട് കളിയാക്കുന്നത്. എന്നെ ഓൾ കേരളയിൽ ഇപ്പം ആക്ഷേപിക്കുന്നുണ്ട്. കുഴപ്പമില്ല, ആക്ഷേപിച്ചു, എന്തേലും വേണമെങ്കിലും ആക്ഷേപിച്ചു. ഞാനൊരു രാജ്യസേവനം ചെയ്ത വ്യക്തിയാണ്, എനിക്കതിൽ നിന്ന് ഒരു കുഴപ്പമില്ല. രാജ്യത്തിന് വേണ്ടി ജീവിച്ച വ്യക്തിയാണ്. നിങ്ങൾക്ക് വേണ്ടി എന്ത് വഴി കേൾക്കാൻ ഞാൻ തയ്യാറാണ്, എന്ത് വേണേലും പറഞ്ഞു. ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഇതാണ് ഇതിനെ പറ്റിയുള്ള ആരോപണങ്ങൾ. അല്ലാതെ നമ്മളാരെയും കുറ്റപ്പെടുത്താനോ മോശപ്പെടുത്താനോ ഒന്നും നമുക്കതിൻ്റെ ആവശ്യവുമില്ല. ഞങ്ങളതിട്ട് ചെയ്യുമില്ല. നമ്മൾ കൃത്യമായി തന്ന നോട്ടീസിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഈ ഭരണസമിതി തുടരാൻ ഞങ്ങൾക്ക് താല്പര്യമല്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം, നിങ്ങൾക്ക് ഞങ്ങളെപ്പറ്റി മതിപ്പുണ്ടെങ്കിൽ മാത്രം, ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്ക് തീർത്തും മര്യാദയുണ്ടെങ്കിൽ മാത്രം, നിങ്ങൾക്ക് അതിനോട് അനുകൂലിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഞങ്ങൾ പറയുന്ന, ഞങ്ങളുടെ ഭരണസമിതി പറയുന്ന ആൾക്കാർ വോട്ട് ചെയ്യുക. ഞങ്ങളെ വിജയിപ്പിച്ചാൽ ഇനിയും ഞങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റും എന്ന ഉറപ്പ് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. റിപ്പോർട്ട് വായിക്കുന്നതിനായി 2026-28 തെരഞ്ഞെടുപ്പ് പൊതുയോഗ റിപ്പോർട്ട്. തൃപ്പൂണിത്തുറ മർച്ചന്റ്സ് യൂണിയന്റെ കുടുംബസംഗമവും പൊതുയോഗവും 20/7/2025 ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ തൃപ്പൂണിത്തുറ പുഷ്പാഞ്ജലി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. യൂണിയൻ പ്രസിഡന്റ് ശ്രീ ടി.പി. റോയ് അധ്യക്ഷത വഹിച്ചു. KVVS സംസ്ഥാന ഉപാധ്യക്ഷനും എറണാകുളം ജില്ലാ പ്രസിഡന്റുമായ ശ്രീ PC ജേക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു. അടുത്ത കണക്ക് വായിക്കുന്നതിനായി നമ്മുടെ ട്രഷറർ ശ്രീ അനിൽകുമാർ മനോജ്.
എക്സസ് ഓഫ് ഇൻകം എക്സ്പെൻഡിച്ചർ 72,459 രൂപ. ഇൻട്രസ്റ്റ് റിസിപ്റ്റ് ഇവിടെ 30,599. ഇൻട്രസ്റ്റ് പീപ്പിൾസ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് 41,840 രൂപ. അങ്ങനെ ടോട്ടൽ 72,439 രൂപ. അതാണ് വെൽഫെയർ ഫണ്ടിൻ്റെ. ഇതാണ് നമ്മുടെ കണക്കുകൾ. എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. എനിക്ക് അനുശോചനം രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ കാലയളവിൽ നമ്മുടെ ഇടയിൽ നിന്ന് പിരിഞ്ഞുപോയ പല കച്ചവടക്കാരുണ്ട്. അവരെയും അവരുടെ കുടുംബത്തിൽ നിന്ന് പിരിഞ്ഞുപോയവരുണ്ട്. മറ്റ് രാഷ്ട്രീയ അധികാരികൾ പോയിട്ടുണ്ട്. കലാ സാംസ്കാരിക രംഗങ്ങളിൽ നിന്ന് പലരും ഈ കഴിഞ്ഞ വർഷങ്ങൾ പിരിഞ്ഞു പോയിട്ടുണ്ട്. അവരെയെല്ലാം ആചരിക്കുന്നതിനായി ഒരു മിനിറ്റ് നിങ്ങളെല്ലാവരും എണീച്ച് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ സീനിയർ വൈസ് പ്രസിഡന്റ് ശ്രീ ഒയ് പോലീസിനെ സ്വാഗതം പറയുന്നതിനെ ക്ഷണിക്കുന്നു. ഈ വ്യാപാരി കൂട്ടായ്മയെ ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന മുഴുവൻ വ്യാപാരികളെയും സ്നേഹത്തിന്റെ ഭാഷയിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് വ്യാപാരി സഭ. നമ്മളിൽ നിന്ന് വേർപെട്ടു പോയ പീറ്ററേട്ടനുള്ള മരണാനന്തര സഹായം 1 ലക്ഷം രൂപ നൽകുന്നതിന് വേണ്ടി ജില്ലയുടെ ജനറൽ സെക്രട്ടറി ശ്രീ CS രാമചന്ദ്രനെ ക്ഷണിക്കുന്നു. കച്ചവടക്കാരെ സംഘടിപ്പിക്കാനാണ് ഈ സംഘടന വന്നിരിക്കുന്നത്. കച്ചവടക്കാർക്ക് വേണ്ടി പോരാടാനാണ് ഈ സംഘടന വന്നിരിക്കുന്നത്. അവർക്ക് എല്ലാ പിൻബലവും കൊടുത്ത് PC ജേക്കബിന്റെ നേതൃത്വത്തിൽ നമ്മുടെ ജില്ലയിൽ ശക്തമായ ഒരു മുന്നേറ്റം നടത്താൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നടത്തിക്കുന്നതിനായി ജില്ലയുടെ സെക്രട്ടറി ശ്രീ ഷാജഹാൻ ദുർഗാദർ ക്ഷണിക്കുന്നു. തീർച്ചയായും നിങ്ങൾ തിരഞ്ഞെടുപ്പുണ്ടെങ്കിൽ, ഇവിടെ തിരഞ്ഞെടുപ്പുണ്ടെങ്കിൽ നിങ്ങൾ വിനിയോഗിക്കുന്നത് കൃത്യമായിരിക്കണം. ഈ യൂണിറ്റിനെ തകർച്ചയിലേക്ക് നയിക്കരുത്. തൃപ്പൂണിത്തുറ മർച്ചന്റ്സ് യൂണിയൻ അതിൻ്റെതായ ഒരു പാരമ്പര്യവും അതിൻ്റെതായ ഒരു സംഘടനാ ശക്തിയുമുണ്ട്. അത് സ്വമേധയാ വന്നതല്ല, അത് വളർത്തിയെടുത്തതാണ്. അത് നമുക്ക് മുമ്പേ കടന്നുപോയി ഒരു മിരിക്കുന്നവരും വളർത്തിയെടുത്തതാണ്. തീർച്ചയായും അത്തരം പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇവിടുത്തെ പ്രബുദ്ധരായ വോട്ടർമാരും കച്ചവടക്കാർക്കും കഴിയട്ടെ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യം. അടുത്ത തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് കിടക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുഖ്യ ഭരണാധികാരിയായി നമ്മുടെ സംഘടനയുടെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ ജിമ്മി ചക്യാത്തിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് ആദരപൂർവ്വം ക്ഷണിച്ചോളൂ. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്കൊരു സത്യപ്രതിജ്ഞ ചൊല്ലേണ്ടതുണ്ട്. അതിനായി എല്ലാവരും എണീറ്റ് നിൽക്കുകയും വലത് കരം മുന്നോട്ട് നീട്ടിപ്പിടിക്കുകയും ചെയ്തുകൊണ്ട് സത്യപ്രതിജ്ഞാ വാചകം ഏറ്റുചൊല്ലണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സത്യപ്രതിജ്ഞ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗമായ ഞാൻ വ്യാപാര വ്യവസായ സമൂഹത്തിൻ്റെയും പൊതുജനങ്ങളുടെയും നാടിൻ്റെയും ഉത്തമ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുമെന്നും സംഘടനാ പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയവും സാമുദായികവും പ്രാദേശികവുമായ പരിഗണനകൾക്കതീതമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമെന്നും ഏകോപന സമിതി ഭരണഘടനയും ഉദ്ദേശലക്ഷ്യങ്ങളും ഞാൻ പൂർണ്ണമായും അംഗീകരിക്കുകയും ഏകോപന സമിതി അതാത് കാലത്ത് നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും പ്രവർത്തന പരിപാടികൾ അനുസരിച്ച് നടപ്പിൽ വരുത്തുകയും പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. എല്ലാവർക്കും ഇരിക്കും. ആദ്യമേ ഒരു പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പാണ്. ഈ യൂണിയനെ മുന്നോട്ട് നയിക്കുവാൻ ഒരു പ്രസിഡന്റിന്റെ പേര് ഒരംഗം നിർദ്ദേശിക്കുകയും മറ്റൊരംഗം പിന്താങ്ങുകയും ചെയ്യുമ്പോൾ ഒരു സ്ഥാനാർത്ഥി രൂപപ്പെടും. അങ്ങനെ ഒന്നിൽ കൂടുതൽ പേരുകൾ സ്ഥാനാർത്ഥിയായി വരികയാണെങ്കിൽ രഹസ്യ ബാലറ്റിലൂടെ ആരായിരിക്കണം ഈ യൂണിറ്റിനെ നയിക്കേണ്ടത്
ആരാണ് കൂടുതൽ വിശ്വസ്തൻ, ആരാണ് കൂടുതൽ യോഗ്യൻ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. അപ്പൊ നിങ്ങൾ പേരുകൾ നിർദ്ദേശിച്ചോ. ഒരു സെക്കൻഡ് എഡിറ്റ് എന്ന് പറയാം. TP റോയിന ശ്രീ അനിൽ പേര് നിർദ്ദേശിച്ചിരിക്കുന്നു. പിന്താങ്ങിയിരിക്കുന്നത് ടോണി. KG മധുസൂദൻ. KG മധുസൂദന്റെ പേര് നിർദ്ദേശിക്കുന്ന ആളുടെ പേര് ജെയിംസ് മാത്യു നിർദ്ദേശിക്കുന്നു. ജിജോ ജോർജ് പിന്താങ്ങുന്നു. ആകെ വോട്ട് ചെയ്തത് 335 പേരുടേതാണ് നമ്മൾക്ക് ബോക്സിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. അതിൽ ശ്രീ മധുസൂദൻ 98 വോട്ടും, അസാധുവായി 3 വോട്ടും, ശ്രീ TP റോയി 234 വോട്ടും, വോട്ട് ലഭിച്ച ശ്രീ TP റോയിയെ തൃപ്പൂണിത്തുറ മർച്ചൻസ് യൂണിയന്റെ 2026-28 കാലഘട്ടത്തിലെ പ്രസിഡന്റായി അറിയിച്ചിട്ടുണ്ട്. തൃപ്പൂണിത്തുറ ഈശ്വരന്റെ മുമ്പിൽ നിന്നാണ് ആ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നമ്മൾ വിജയിച്ചത്.